പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അതിൻ്റെ അണ്ടറിൽ 3 റേഷ്യോസ് ആണ് വരുന്നത്: റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. സോ ഇതിൽ ഫസ്റ്റ് വൺ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇനീഷ്യലി മണി ഇൻവെസ്റ്റ് ചെയ്യും, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ നാച്ചുറലി നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. സോ ഒരു ബിസിനസ് എത്രത്തോളം പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് പകരമായിട്ട്, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So ROI measures the overall profitability. That is, it establishes the relationship between profit or return and investment. സോ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറയുന്ന വേറെ പേരാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അങ്ങനെ പല പേരിൽ ഈ റേഷ്യോ അറിയപ്പെടുന്നുണ്ട്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബ്ലത്തിൽ തരുമ്പോൾ ചിലപ്പം ഈ ഏതെങ്കിലും പേരിലായിരിക്കും തരിക. സോ എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 15% ആണ്. സോ ഈ ഒരു റേഷ്യോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 റേഷ്യോസ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള 2 റേഷ്യോസിൻ്റെ കോമ്പിനേഷനാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ 2 റേഷ്യോസാണ്: ഒന്ന് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, 2 ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. സോ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഒരു ആക്ടിവിറ്റി റേഷ്യോ ആണ്. ആ റേഷ്യോൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ടേൺ ഓവറും ക്യാപിറ്റലും തമ്മിലുള്ള തമ്മിലുള്ള റിലേഷൻ, അതായത് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. സോ അതാണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇനി ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ ഈ 2 റേഷ്യോസിൻ്റെ കോമ്പിനേഷനാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നോക്കുക: നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഇതിൽ ആദ്യത്തെ റേഷ്യോൻ്റെ നോമിനേറ്റർ ആയിട്ടുള്ള നെറ്റ് സെയിൽസും രണ്ടാമത്തെ റേഷ്യോൻ്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള നെറ്റ് സെയിൽസും സെയിം ആണ്. സോ ഇത് നമ്മൾ വെട്ടിപ്പോകും. ബാലൻസ് നമുക്ക് വരുന്നത് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓക്കെ, സോ ഇതിൽ വരുന്ന 2 കോമ്പണൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്, രണ്ടാമത്തത് നെറ്റ് സെയിൽസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. ഇനി നെറ്റ് സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് അല്ല, ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒന്നുകിൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിരിക്കാം. യൂഷ്വലി നമ്മൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ഉപയോഗിക്കാറുള്ളത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ്, അത് കാണുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണുന്നത് 2 ഇക്വേഷൻസ് ആയിരുന്നു യൂസ് ചെയ്യാം. ഒന്ന് ഫിക്സഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം: ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് അതർ ലോങ് ടേം ലോൺസ്. ഇതിൽ നിന്നും ഫിക്റ്റീഷ്യസ് അസറ്റ്സും അതേപോലെ തന്നെ അക്യുമുലേറ്റഡ് ലോസസും ഒക്കെ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. സോ ഈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മെഷർ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നോക്കാം. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഡസ് നോട്ട് ഷോ ദ പ്രോഫിറ്റബിലിറ്റി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, വൈൽ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഡസ് നോട്ട് ഷോ ദ പ്രോഫിറ്റബിലിറ്റി ഓൺ സെയിൽസ്. ഇവിടെ നോക്കുക, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് എന്ത് കാണിച്ചു തരില്ല? പ്രോഫിറ്റബിലിറ്റി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കാണിച്ചു തരില്ല. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യില്ല. അതേപോലെ തന്നെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ പ്രോഫിറ്റബിലിറ്റി, സെയിൽസിൻ്റെ മീതെ എത്ര പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്നുള്ളത് കാണിച്ചു തരില്ല. സോ ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് രണ്ടും കൂടെ കൂടിയത്, അതായത് പ്രോഫിറ്റബിലിറ്റി ഓൺ സെയിൽസും പ്രോഫിറ്റബിലിറ്റി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും. സോ ഈ ROI, ദറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്
അഫോസെറ്റ് 2 റേഷ്യോസ്, അതായത് ഈ രണ്ട് റേഷ്യോസിൻ്റെയും പ്രോഡക്റ്റ് ആണ് ROI എന്ന് പറയുന്നത്. സോ ഇറ്റ് റിഫ്ലക്ട് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. Okay, then it is being used as a basis for managerial decisions like expansion, diversification of activities. So it is very important in capital budgeting. It shows how efficiently the resources invested in the business are being used, and it also indicates the extent to which അവർ പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ബീയിങ് അച്ചീവ്ഡ്. എന്താണ് ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? എപ്പോഴും മാക്സിമൈസേഷൻ ഓഫ് ഏർണിങ്സ് ആയിരിക്കും പ്രൈമറി ഒബ്ജക്റ്റീവ്. അത് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ നമുക്ക് ഈ ROI ഉപയോഗിക്കാം. സോ ഇറ്റ് ഈസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു പ്രസൻറ്റ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ടു മാനേജ്മെൻറ്റ്. സോ ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് ഗ്രേറ്റർ ഈസ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ആൻഡ് മോർ ഈസ് ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഹയർ ആകുന്നതാണ് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ യൂസസ് ഓഫ് ROI? ROI measures the overall profitability. It measures the success of business. It helps to compare the performance of different divisions of the firm. It helps in investment decisions. Useful for planning in the capital structure. It can be used to determine the price of product. It serves as a foundation for optimum utilization of assets of the firm. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പോസിബിളി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനും ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനും എല്ലാം ഈ ഒരു റേഷ്യോ കൊണ്ട് ഈ റേഷ്യോ സഹായകമാണ്. സോ എങ്ങനെയാണ് ROI കാണുക എന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 2,50,000. ഈ നെറ്റ് ഫിക്സഡ് അസറ്റ്സിൽ എന്തൊക്കെയാണ് പെടുന്നത്? ഫിക്സഡ് ഇക്വിറ്റി ക്യാപിറ്റൽ, അതുപോലെ 10% പ്രിഫറൻസ് ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ് ആൻഡ് റിസർവ്. സോ ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് എന്ത്? നെറ്റ് ഫിക്സഡ് അസറ്റ്സ്, അതായത് നമ്മളുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയാം. ദെൻ കറൻറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ല, ക്യാപിറ്റൽ എംപ്ലോയിഡും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചേഴ്സും എല്ലാം ഉണ്ട്. Then current assets, current liabilities, gross profit, administrative expenses, selling expenses, interest on debentures, provision for taxation and net profit. ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഈ റേഷ്യോയിൽ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ദറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് നേരിട്ട് തന്നിട്ടില്ല, പക്ഷേ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കാണാനുള്ള എല്ലാ ഹിൻറ്റുകളും തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ മനസ്സിലാക്കുക, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അത് ഒരു വഴി. അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുകയും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ആഡ് ബാക്ക് ചെയ്യാം. അതായത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് മോഡലും ചെയ്തു നോക്കാം. ആദ്യത്തെ മോഡലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 11,60,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, 11 lakh അല്ല, 1,06,000 ആണ്
ഒന്ന് കൂടിപ്പോയതാണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1,06,000. 1,06,000 നിന്നും നമ്മൾ എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയി വന്നിട്ടുള്ളത് 2 ഐറ്റമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും. ദാറ്റ് ഈസ് 24,000, 30,000. സോ 24,000ഉം അതുപോലെ തന്നെ 30,000ഉം ഈ 1,06,000 നിന്നും കുറയ്ക്കാം. കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 52,000 ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 52,000. ഇനി നമുക്ക് മറ്റേ വഴിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും, നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? എക്സ്പെൻസസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 26,000 ആണ്. ഓക്കെ, ഈ 26,000 കൂടെ നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ 12,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുമ്പോൾ 14,000. സോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? നമുക്ക് കിട്ടുന്നത് 52,000. സോ നേരത്തെ നമുക്ക് കിട്ടിയ ആൻസറും ഈ ആൻസറും സെയിം ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഒരു ഐറ്റം കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് എടുക്കുക. അതായത് നെറ്റ് ഫിക്സഡ് അസറ്റ്, അതായത് ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. സോ ഇവിടെ നമുക്ക് നെറ്റ് കറൻറ്റ് അസറ്റ്, ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 2,50,000 ആണ്. സോ 2,50,000 പ്ലസ് കറൻറ്റ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, കറൻറ്റ് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. സോ 1,50,000 ആഡ് ചെയ്യുക, അതിൽ നിന്നും 75,000 കുറയ്ക്കുക. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3,25,000 ആണ്. സോ ഈ 3,25,000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, സോ നമുക്ക് 2 ആൻസറും കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 52,000 ആണ്, ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3,25,000 ആണ്, ഇൻറ്റു 100. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16% ആണ്. ഓക്കെ, 16% ആണ് ആൻസർ. നമ്മൾ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. സോ നമുക്കിവിടെ ആഡ്വക്കേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ആണ് എന്നുള്ളത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എന്നുള്ളത് അനുമാനിക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. എന്താണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. നെറ്റ് വർത്തും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു റേഷ്യോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മെഷേഴ്സ് ദ പ്രോഫിറ്റബിലിറ്റി ഫ്രം ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഷെയർ ഹോൾഡർ, ഇക്വിറ്റി ഷെയർ ഹോൾഡർ മാത്രമല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡറും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രയാണ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ്. അതുകൊണ്ടാണ് ഈ റേഷ്യോനെ പറയുന്ന വേറെ പേര് മദർ ഓഫ് ഓൾ റേഷ്യോസ്. It is most important ratio because it measures the return that is earned on the owner's capital. സാധാരണ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓണേഴ്സ്, അതായത് ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ശരിക്കുള്ള ഷെയർ ഹോൾഡേഴ്സാണ്. ആ ഓണേഴ്സിൻ്റെ പിന്നെ എത്രയാണ് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ളതാണ് ഈ റേഷ്യോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. അതായത് ലാസ്റ്റത്തെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. സോ ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ബൈ ദ കമ്പനി. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇവിടെ കണക്കാക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കെ അതിൻ്റെ റിട്ടേൺ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻഡെക്സ് ടു നോ വെദർ ദ ഓണേഴ്സ് ആർ ഗെറ്റിംഗ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ ഈ റേഷ്യോ ഹൈ റേഷ്യോ ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. സോ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, നെക്സ്റ്റ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ.
ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം കിട്ടുന്ന റിട്ടേൺ ആയി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് ആണ്. ദേ ബിയർ ഓൾ ദ റിസ്ക്, ഹെൻസ് ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഓൾ ദ പ്രോഫിറ്റ്സ് റിമൈനിങ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ദ ക്ലെയിംസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏറ്റവും ലാസ്റ്റ് എല്ലാവർക്കും വീതം കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന പ്രോഫിറ്റാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. പക്ഷേ അത് എത്രയായാലും അത് അവർക്ക് കിട്ടും. സോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹെൻസ് ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഓൾ ദ പ്രോഫിറ്റ്സ് റിമൈനിങ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ദ ക്ലെയിംസ്. The profitability of the company from the equity shareholders' point of view can be assessed in terms of return on equity shareholders to the amount of capital invested by them. സോ അത് കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് അവരുടെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അതുപോലെ ടു നോ ഹൗ മച്ച് പ്രോഫിറ്റ് ഇസ് ബീങ് അവൈലബിൾ ടു പേ ഡിവിഡൻഡ് ടു ദം, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മോർ മീനിങ് ഫുൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പ്രോബ്ലം വെച്ചിട്ട് തന്നെ നമുക്ക് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആദ്യം നമുക്ക് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ, ഇവിടെ ശ്രദ്ധിക്കുക ആഫ്റ്റർ ആണ്, ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. സോ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 26,000. സോ 26,000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ല, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. അത് ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? ഇക്വിറ്റി ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, റിസർവ് ആൻഡ് തന്നിട്ടുണ്ട്. റിസർവ് ആൻഡ് ക്യാപിറ്റലാണ്, റിസർവ് ആൻഡ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് 26,000 ആണ്. സോ ഇവിടെ ടോട്ടൽ വരുന്നത് 75,000 പ്ലസ് 50,000 പ്ലസ് റിസർവ് എന്ന് പറയുന്നത് 24,000 ആണ്, അത് പ്ലസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 26,000 ആണ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1,75,000 ആണ്. ഓക്കെ, സോ ഈ 1,75,000 ഒരു ഐറ്റം കിട്ടി. സോ ഇവിടെ നമ്മൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 26,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതായത് 1,75,000 ഇൻറ്റു 100. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 15% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് 15 പൈസ പെർ റുപ്പി. 1 രൂപയ്ക്ക് 15 പൈസ ആണ് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലും കൂടെ കണ്ടു നോക്കാം. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം കിട്ടുന്ന ക്യാപിറ്റലാണ്, റിട്ടേൺ ആണ്. സോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിവിഡൻറ്റ്, ടാക്സും ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് ആ നെറ്റ് പ്രോഫിറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വെറും നെറ്റ് പ്രോഫിറ്റ് അല്ല നമ്മൾ എടുക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റും അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വല്ല വിഹിതം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്? 26,000 ആണ്. ഇതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം?
ഇതിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത് എന്താണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ആണ്. സോ പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 50,000 ആണ്. സോ ഈ 50,000ൻ്റെ 10% ആണ് പറയുന്നത്. സോ ഇവിടെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10% ആകുമ്പോൾ 5,000. സോ ഈ നെറ്റ് പ്രോഫിറ്റ് 26,000ൽ നിന്നും 5,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 21,000 ആണ്. സോ ഈ 21,000 ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെറ്റ് പ്രോഫിറ്റ് 21,000. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് രണ്ടാമത്തെ ഐറ്റം. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ ഇത് എന്തൊക്കെയാണ്? ഇവിടെയുള്ള ഏതൊക്കെ ഐറ്റംസ് ആണ്? ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ പെടും, പ്രിഫറൻസ് ക്യാപിറ്റൽ പെടില്ല, ഡിബഞ്ചേഴ്സും പെടില്ല, ആൻഡ് റിസർവ് പെടും, അതുപോലെ നെറ്റ് പ്രോഫിറ്റും പെടും. സോ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നെറ്റ് പ്രോഫിറ്റ് എന്തും കൂടെ കുറച്ചത്? പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടെ കുറച്ചത്. നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? 21,000 ആണ്. സോ ഇവിടെ നമുക്ക് എത്രയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് വരിക? ഈ 21,000ഉം 75,000ഉം അതുപോലെ റിസർവ് ആയിട്ടുള്ള 24,000ഉം. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1,20,000 ആണ്. ഓക്കെ, സോ 1,20,000 ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. അപ്പോൾ നമ്മൾ ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കാണാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 21,000 ആണ്. 21,000 ഡിവൈഡഡ് ബൈ അപ്പം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 1,20,000 ആണ്. 1,20,000 ഇൻറ്റു 100 ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 17.5%. 17.5% ആണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ സോ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടു. ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് അവിടെ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം എടുത്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഒന്നും എടുക്കാതെ അവർക്കുള്ള റിട്ടേൺ. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം, അവരുടെ ക്യാപിറ്റൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് റിട്ടേൺ കിട്ടിയിട്ടുള്ളത് എന്നതാണ് മെഷർ ചെയ്യുന്നത്. സോ ഇതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്.